ഇന്നൊരു ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കാം. നമുക്ക് വൈകുന്നേരത്തേക്ക് ഉള്ള ചായക്കടിയായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ രാത്രി ഭക്ഷണത്തിൻ്റെ സമയത്തായാലും കഴിക്കാം. ചായക്കടിയായിട്ടാകുമ്പോൾ നമുക്ക് രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും വിശക്കുമല്ലോ. അപ്പോൾ അതിനേക്കാളും നല്ലത് ഒരു രാത്രി ഭക്ഷണത്തിൻ്റെ സമയം ഒരു 7 മണി 7:30 ആകുമ്പോഴത്തേക്ക് കഴിക്കുകയാണെങ്കിൽ രാത്രിത്തെ ഡിന്നറും ഫിനിഷ് ആകും. അപ്പോൾ ഏതായാലും ഞാൻ കണക്കാക്കി രാത്രി ഭക്ഷണത്തിൻ്റെ സമയത്തിന് ആക്കിയതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 2-3 ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്ത് പുഴുങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 പച്ചമുളകും 2-3 പച്ചമുളകും ഒരു വലിയ ഉള്ളിയും കൂടെ മുറിച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ചിക്കനും ഇതേപോലെ സെപ്പറേറ്റ് ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് ചിക്കൻ നമുക്ക് മിക്സിയിലോട്ടിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഈ പൊടിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ വേവിച്ച ഉരുളക്കിഴങ്ങിലിട്ട് വേവിച്ച് ആ ചുവന്നുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഇതിൻ്റെ കൂടെയിലോട്ട് ചേർത്തിട്ട് അതും കൂടെ ചേർത്തിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. ചിക്കൻ ആയതുകൊണ്ട് കുഴഞ്ഞൊന്നും പോവില്ല, നല്ലപോലെ പൊടിയായിട്ട് കിട്ടും. ചിക്കൻ പൊടിച്ച് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. തൊലിയോട് കൂടിയാണ് ഞാൻ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചത്. അതുകൊണ്ട് തൊലിയെല്ലാം പൊളിച്ച് കളഞ്ഞ് നല്ലപോലെ നമുക്കൊന്ന് ഉരുളക്കിഴങ്ങൊന്ന് ഉടച്ചെടുക്കാം. അതിനകത്ത് കട്ടയൊന്നുമില്ലാതെ കൈ കൊണ്ട് തന്നെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തവീൻ്റെ പിൻഭാഗം വെച്ചോ അല്ലെങ്കിൽ ഒരു ചെറിയ ഇടിമുട്ടീൻ്റെ കല്ലൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് നല്ലപോലെ കുഴച്ചെടുക്കാൻ പറ്റും നമുക്ക്. ഈ ഉരുളക്കിഴങ്ങും ഇതും ചിക്കനും എല്ലാം കൂടിയിട്ട് നല്ലപോലെ കുഴയ്ക്കുക. അതിൻ്റെ കൂടെ ഒരു 2-3 സ്പൂൺ മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക്. ഈ മൈദയും കൂടെ ചേർക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പിടിക്കാനായിട്ടാണ്. നമ്മൾ കല്ലിലിട്ട് ചുട്ടെടുക്കുമ്പോൾ എന്താണ് അത് മുറിഞ്ഞു പോരുത്, അപ്പോഴാണ് മൈദ ഇടുന്നത്. മൈദ ഇല്ലെങ്കിൽ നമുക്ക് കോൺഫ്ലവർ ഉണ്ടെങ്കിൽ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ മേലെയാണ് പരത്തിയേക്കണത്. ചെറുതായിട്ട് വേണമെങ്കിൽ നമുക്കൊരു പപ്പട വലിപ്പത്തിൽ പരത്തിയെടുത്ത് നമുക്ക് ഈ ബ്രെഡിൻ്റെ ഉള്ളിലോട്ട് വെക്കാം. പക്ഷേ അതാകുമ്പോൾ കുറേ സമയം എടുക്കും. ഇതാകുമ്പോൾ നീളത്തിൽ കുറച്ച് പരത്തിയെടുക്കുകയാണെങ്കിൽ നമുക്ക് അത് മുറിച്ചെടുക്കാം. അതിൻ്റെ മേലിലോട്ട് നമ്മൾ ഈ പരത്തി വെക്കുന്നതിന് മേലോട്ട് മുട്ട വെള്ളം അടിച്ചത് ഉണ്ടെങ്കിൽ അതും ഒരു സ്പൂണ് വെച്ചിട്ട് ചെറുതായിട്ട് തേച്ച് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ കല്ലിൽ വെക്കുമ്പോഴത്തേക്കും അത് നല്ലപോലെ ഒട്ടിപ്പിടിക്കും. ഈ മുട്ട ഉണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കില്ല. നമുക്ക് മറിച്ച് തിരിച്ചിട്ട് അത് മൊരിച്ചെടുക്കാൻ എളുപ്പം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് മുട്ട വെള്ളം തേച്ച് കൊടുക്കുന്നത്. 2 ഭാഗം മറിച്ചിടുമ്പോൾ ഒരു ഭാഗത്ത് ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ മുരിഞ്ഞ് കിട്ടും. അതിനുശേഷം നടുവേ നമുക്കതൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള സാൻഡ്വിച്ചിനുള്ള പാറ്റീസ് റെഡിയായിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ഉള്ളി വട്ടത്തിൽ മുറിച്ച് സെപ്പറേറ്റ് അത് സ്റ്റൗവിൽ വെച്ചിട്ട് കുറച്ച് വേവിച്ചെടുക്കുക. എന്താ വെച്ചാൽ കൂടുതൽ വേവിക്കാൻ പാടില്ല, സാൻഡ്വിച്ചിൻ്റെ ഉള്ളിൽ വെക്കാനുള്ളതാണ്. കുറച്ച് വേവിച്ച് 1-2 തിളയ്ക്കുമ്പോൾ ഓഫ് ചെയ്ത് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് സൈഡിൽ വെക്കുക. അതുപോലെ തന്നെ ഒരു 3 തക്കാളിയും വട്ടത്തിലരിയുക. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം വട്ടത്തിൽ അരിഞ്ഞിട്ട് അതും സൈഡിൽ വെക്കുക. ഇങ്ങനെ തവയിൽ ഇട്ടിട്ട് മറിച്ചും തിരിച്ചും ഇട്ട് ചെറുതായിട്ട് അതൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം വെന്ത് പോകണ്ട, ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. അതിൻ്റെ ആ ഒരു പച്ച ഇതിൻ്റെ ഇവിടെ ഒന്ന് ചെറുതായിട്ട് ആ വെള്ളത്തിൻ്റെ ഇതൊന്ന് അംശമൊന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്, കൂടുതൽ വെന്ത് പോകരുത്. അത് വെന്ത് സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം ക്യാപ്സിക്കം ഒരു തുള്ളി എണ്ണ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഈ ക്യാപ്സിക്കം കൂടെ അതിനകത്തിട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഇടുമ്പോൾ നല്ല സ്മെല്ല് വരും. ക്യാപ്സിക്കത്തിന് എരിവില്ല എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ അതിനകത്തോട്ട് ഇടുമ്പോൾ മുളകിൻ്റെ കുത്തൽ നല്ലപോലെ നമുക്ക് മൂക്കിലോട്ട് ഇങ്ങനെ വല്ലാണ്ട് വരും. തൊണ്ടയ്ക്കൊക്കെ ഒരുമാതിരിയാവും. നല്ലപോലെ പുകയുന്നുണ്ട്. നല്ലപോലെ പുകഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നല്ലപോലെ നമുക്ക് അതൊന്ന് ഇളക്കിയെടുത്ത് അത് ഈ പറഞ്ഞ പോലെ മുഴുവൻ വേകാനാ പാടില്ല, ചെറുതായിട്ട് മാത്രം വെന്താൽ മതി. അതിനുശേഷം അത് സൈഡിലോട്ട് മാറ്റി വെക്കാം. അത് അങ്ങനെ നമ്മളെ അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സാൻഡ്വിച്ച് ഉണ്ടാക്കുക എളുപ്പമെന്നൊക്കെ പറഞ്ഞാലും ഇത് ഒരു ഐറ്റം നമ്മൾ അടുപ്പിച്ച് വരുമ്പോഴത്തേക്കും കുറച്ച് സമയം എടുക്കും. ഇതെല്ലാം ആയി വരണ്ടേ നമുക്ക്. അപ്പോൾ അതിന് ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മയണീസ് ഉണ്ടാക്കാം. സാധാരണ ഓയിലിട്ട മയണീസാണ് എല്ലാവരും ഉണ്ടാക്കുന്നത്. ഞാൻ വിചാരിച്ചു ഇന്ന് ഓയിലിടാതെ വെറും മുട്ട കൊണ്ട് മാത്രം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഓയിൽ ഉപയോഗിക്കുന്നേ ഇല്ല. അതിന് വേണ്ടിയിട്ട് 3 മുട്ടയും അതിൻ്റെ കൂടെ 3-4 ചുവന്ന മുളകും ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് പാലും കൂടി ഒഴിച്ച് നമുക്ക് ആക്കിയെടുക്കാം. ഒരു ലൈറ്റ് ഓറഞ്ച് കളറായിട്ട് വരും. അപ്പം മറ്റേ മൈനസിനാകുമ്പോൾ ഓയിൽ കൂടുതലുണ്ട്. നമുക്ക് ഓയിൽ കൂടുതലാകുമ്പോൾ നമുക്കൊരു ടെൻഷൻ പോലെയാവും. അതിനേക്കാളും നല്ലത് ഇതാകുമ്പോൾ നമുക്ക് ഓയിൽ ഫ്രീ ആണ്. മറ്റേ മൈനസിൻ്റെ അത്ര ടേസ്റ്റ് ഇല്ല, അത്ര നമുക്ക് തോന്നില്ല അത്ര ടേസ്റ്റ്. ഇത് പക്ഷേ കുഴപ്പമില്ല, നല്ല ഓയിൽ. ഇപ്പം ഓയിൽ അധികം ഉപയോഗിക്കുന്ന ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഏറ്റവും നല്ല സംഗതിയായത്.
ഓയിലില്ലാത്ത മയണീസ് ഉണ്ടാക്കുന്നത്. അങ്ങനെ എൻ്റെ ബ്രെഡും ഇതും എല്ലാം റെഡിയാക്കി എല്ലാം വെച്ചിട്ടുണ്ട്. കുറച്ച് ടൊമാറ്റോ സോസും എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇത് ഓരോന്നോരോന്നായിട്ട് ആദ്യം കുറച്ച് ഉള്ളി, അതിൻ്റെ മേലെ കുറച്ച് ക്യാപ്സിക്കം, പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ്, പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മയണീസ് ഒരു സ്ലൈസിലോട്ട് ബ്രെഡിൻ്റെ മറുഭാഗത്ത് നല്ലപോലെ തൂക്കുക. അതിൻ്റെ കൂടെ ചിക്കൻ്റെ പാറ്റീസും കൂടെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുമല്ല, ഇനിയിപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് ചൈന ക്യാബേജ് ഉണ്ടായിരുന്നു. ക്യാബേജിൻ്റെ ഒരു ലീഫ്, ഇല്ലെങ്കിൽ ലെറ്റ്യൂസ് ഉണ്ടെങ്കിൽ ലെറ്റ്യൂസിൻ്റെ ലീഫ്. ഇവിടെ ഒരു കൂട്ടർക്ക് അതിൻ്റെ ലീഫ് വേണ്ട പറഞ്ഞുകൊണ്ട് ഞാൻ അല്ലാതെ തന്നെ ഉണ്ടാക്കി. അതേസമയം കുറച്ച് ചൈന ക്യാബേജിൻ്റെ ലീഫ് വെച്ചിട്ട് വേറെയും കുറച്ചുണ്ടാക്കി. ചൈന ക്യാബേജിൻ്റെ ലീഫ് വെച്ചത് ഇട്ട് ഉണ്ടാക്കിയതായിരുന്നു ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. ലീഫ് ഒന്ന് ആ ഇലയൊന്ന് കടിക്കുമ്പോൾ നല്ല ക്രഞ്ചി ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതും കൂടെ വെച്ച് തിന്ന് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. ഈസി ആണെന്ന് നമുക്ക് ഓർക്കുമ്പോൾ തോന്നും, പക്ഷേ കുറച്ച് സമയമെടുക്കും ഇതെല്ലാം ആയി കിട്ടാനായിട്ട്. നമ്മളിതെല്ലാം വേവിച്ച് ഇതാക്കി എല്ലാം വരണ്ടേ. അങ്ങനെ ഏതായാലും സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കണം. അപ്പോൾ താങ്ക് യു.